ഇന്ന് മാതൃഭൂമി പത്രം തുറന്നപ്പോൾ മുമ്പിലുള്ള ഒരു വാർത്ത വളരെ സന്തോഷം തോന്നി. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്, എല്ലാവരും കേൾക്കണം. 99-ാം വയസ്സിലും ലീലാവതി ടീച്ചർ എഴുതുകയാണ് മഹാഭാരതത്തിലെ മൗനം. സിറാജ് കാസിമാണ് റിപ്പോർട്ട്. പുലർച്ചെ 4 മണി. ഡോക്ടർ എം ലീലാവതിയുടെ വീട്ടിലെ എഴുത്തുമുറിയിൽ വെട്ടമുണ്ട്. കുളി കഴിഞ്ഞ് പ്രാർത്ഥന ചൊല്ലി ആ നേരത്ത് ടീച്ചർ അവിടെ ഹാജരാണ്. പുതിയ കടലാസ് എടുത്ത് എഴുത്തു തുടരുമ്പോൾ അവർ പറഞ്ഞു, എഴുത്താണ് എൻ്റെ ജീവൻ നിലനിർത്തുന്ന ഔഷധം. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെന്ന ബോധ്യം വരുന്നത്. പ്രായം 99ലേക്ക് കടക്കുമ്പോഴും എഴുത്തു തുടരുന്ന ഡോക്ടർ എം ലീലാവതി പുതിയ പുസ്തകത്തിന്റെ രചനയിലാണ്. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള പുസ്തകത്തിന്റെ അവസാന അധ്യായം കഴിഞ്ഞ ദിവസം എഴുതി തീർത്തു. പുലർച്ചെ 2 മണിയാകുമ്പോഴേക്കും ഉറക്കം തീരും. പിന്നെ എഴുന്നേറ്റ് കുളിയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് എഴുതാനിരിക്കും. പുലർകാലത്ത് എഴുതുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ഫ്രഷ് ആയിരിക്കും. ഇതിപ്പോൾ ദിവസവും 5-6 പേജൊക്കെയാണ് എഴുതാറുള്ളത്. പുതിയ പുസ്തകത്തിനായി 2 മാസം മുൻപ് തുടങ്ങിയ എഴുത്ത് ഇപ്പോൾ 265 പേജായി. അവർ പറഞ്ഞു, മഹാഭാരതത്തെക്കുറിച്ച് കുട്ടിക്കൃഷ്ണമാരാരെ പോലെ എത്രയോ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തെ എൻ്റെതായ രീതിയിൽ നോക്കിക്കാണാനാണ് പുതിയ കൃതിയിൽ ശ്രമിച്ചിട്ടുള്ളത്. കുരുക്ഷേത്ര യുദ്ധം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നുവെന്ന ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് ശ്രമിക്കാതെ പലരും മൗനമായത് എന്തിനായിരുന്നെന്ന ചോദ്യം ഈ എഴുത്ത് ഉയർത്തുന്നുണ്ട്. പുതിയ രചനയെക്കുറിച്ച് എം ലീലാവതി പറഞ്ഞു, എനിക്ക് ഇപ്പോഴത്തെ കുന്ത്രാണ്ടങ്ങളിലൊന്നും എഴുതാൻ അറിയില്ലല്ലോ. കടലാസും പേനയും കറുത്ത മഷിയുമാണ് എനിക്ക് പ്രിയം. കറുത്ത മഷിയിൽ എഴുതിയാൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. പിന്നെ എഴുതാൻ ഇവിടെ ഇഷ്ടംപോലെ കടലാസുമുണ്ടല്ലോ. കടലാസ് എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നെ മൂടിയിട്ട് ദഹിപ്പിച്ചാലും തീരാത്തത്ര കടലാസ് ഇവിടെയുണ്ടല്ലോ. എന്തല്ലേ 99-ാമത്തെ വയസ്സിൽ ടീച്ചർ എഴുതാണ്. നിങ്ങളൊക്കെ എഴുതാറില്ലേ? എൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളൊക്കെ എനിക്ക് അനുഭവം അയച്ചു തരുമ്പം പ്രായം നോക്കാതെ നിങ്ങൾ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നുണ്ട്, ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നുണ്ട്. എഴുത്ത് അതൊരു മനോഹരമായ കാര്യമാണല്ലേ. വായിക്കാൻ കഴിയുക എന്ന് പറയുന്നതും ഒരു പേജ് വായിക്കുക എന്ന് പറയുന്നതും ഒരു 10 സിനിമ കാണുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ത്രിമധുരം ജോയിൻ ബട്ടണിലൂടെ വരണം. ഹരേ കൃഷ്ണ.